ഏതായാലും മകൻ്റെ പ്രകടനം നേരിൽ കണ്ടിരിക്കുകയാണ്. പക്ഷേ ജയിച്ചത് ബ്ലാസ്റ്റേഴ്സാണ്. എങ്കിലും ഈ ഒരു ഗ്രൗണ്ടിൽ എങ്ങനെ ഉണ്ടായിരുന്നു മകൻ്റെ പ്രകടനം? വല്ലാത്തൊരു, ഞാൻ പറഞ്ഞില്ല, ഒരു വല്ലാത്ത ഫീലായിരുന്നു ഇന്ന്. കാരണം ബ്ലാസ്റ്റേഴ്സിന് ജയ് വിളിക്കാൻ വേണ്ടി പലതവണ ഇവിടെ വന്നിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ടീമിനെതിരെ നമ്മുടെ മോൻ വന്ന് കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എന്തായാലും നന്നായി കളിച്ചവന്. പക്ഷേ ചെറിയൊരു ഇഞ്ചുറി പറ്റിയിട്ട് ഒരു 70ാമത്തെ മിനിറ്റിൽ കയറേണ്ടി വന്നു. നന്നായി കളിച്ചു, ബ്ലാസ്റ്റേഴ്സും നന്നായി കളിച്ചു. നല്ല അതേപോലെ ഇവർക്കും നല്ല ചാൻസ് കിട്ടിയിരുന്നു. പക്ഷേ ഗോളാക്കാൻ കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. ജംഷഡ്പൂർ ജയിക്കുമെന്ന് വിചാരിച്ചിരുന്നോ? ഇല്ല, ഒരിക്കലില്ല. കാരണം ഞാനൊരു ഡ്രോ പ്രതീക്ഷിച്ചിരുന്നു. കാരണം അത്രയും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബ്ലാസ്റ്റേഴ്സ് അത്രയും ടോപ്പ് ലെവലിൽ എത്രയോ കളികൾ തോക്കാതെ പിന്നെ പടയുടെ മുന്നിൽ രക്ഷപ്പെടണമെങ്കിൽ അത്ര എളുപ്പമൊന്നുമല്ല. അപ്പോൾ അതൊരു 12th മാൻ എന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല. പക്ഷെ ആ ഒരു ഫീൽഡിൽ അവൻ അത്ര കൂളായിട്ട് കളിച്ചു. പിന്നെ ഏറ്റവും വലിയ സന്തോഷം, ഉവൈസ് എന്ന് പറഞ്ഞൊരു പ്ലെയർ കേരളത്തിൽ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ എല്ലാവരും അറിഞ്ഞു. അത് എന്താ അപ്പുറത്ത് നല്ലൊരു മുദ്രാവാക്യം കേട്ട് ഞാൻ വളർത്തണ ഒരു ചാനൽ ആയിരുന്നു. പക്ഷെ നമ്മളത് ആസ്വദിക്കുകയാണ് ചെയ്തത്. കാരണം അതിനൊരു മറുവശം ഉണ്ടല്ലോ. കാരണം ഉവൈസ് ഒരു പ്ലെയർ ആണ്, ബ്ലാസ്റ്റേഴ്സിന് അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പണി ചെയ്തു തുടങ്ങി. അതൊരു അംഗീകാരമായിരുന്നു. ഓ സത്യമായിട്ടും, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഇനിയുള്ള നാളുകളിൽ ഉവൈസ് ഭാവിയിൽ നല്ല രീതിയിൽ പന്ത് തട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നിങ്ങളൊക്കെ തന്നെയാണ് വളർത്തേണ്ടത്.